ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ നൽകിയ ഒരു അനുഗ്രഹം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രത്തോളം ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ എന്ന് കാണിച്ചു തരുന്ന ഒരു അനുഭവം ഇന്നലെ ഒരു അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനും അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വീഡിയോയിൽ പറഞ്ഞോട്ടെ എന്ന്. അപ്പോൾ അമ്മയ്ക്ക് ആദ്യം ഒരു പരിഭ്രമമൊക്കെ തോന്നിയെങ്കിലും പിന്നെ പറഞ്ഞോളൂ കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഒരു അടുത്ത വീട്ടിലൊരു കുട്ടിയായിട്ട് ഇന്നലെ തൊഴാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്നലെ വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നന്നായി പ്രാർത്ഥിച്ചിട്ട് അത്രേ വന്നത്. അതായത് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഭഗവാനെ സുഖമായി ദർശിക്കാനായിട്ട് സാധിക്കണേ ഗുരുവായൂരപ്പാന്ന്. അപ്പോൾ ഇന്നലെ ആണെങ്കിലോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചത്. പക്ഷെ നന്നായി കണ്ടു തൊഴുതു എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ തൊഴുത് പുറത്തിറങ്ങിയ സമയത്ത് അമ്മയ്ക്കൊരു ആഗ്രഹം, പ്രസാദകൂട്ടും കൂടെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ മുൻപ് കഴിച്ചിട്ടില്ല അത്രേ. അങ്ങനെ ക്യൂ നോക്കിയപ്പോഴോ വലിയ നീളത്തിലുള്ള ക്യൂവാ. ഇപ്പോൾ ക്യൂവിൽ നിന്നാൽ അടുത്ത സമയത്തൊന്നും കയറാൻ സാധിക്കില്ല. അതാണെങ്കിലോ മുൻപ് തൊഴാനായിട്ടും കുറച്ചധികം സമയം ക്യൂവിൽ നിന്നിട്ട് ഇനി നിൽക്കാനും വയ്യ, കാലുവേദനയൊക്കെ ആയിട്ടേ. അപ്പോൾ കൂടെ വന്ന കുട്ടി അത്രേ പറഞ്ഞത്, അവിടെ അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെ പോയിട്ട് അവിടെ സെക്യൂരിറ്റിമാരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രേ, പറ്റില്ല, ക്യൂവിൽ നിന്നിട്ട് തന്നെ പ്രസാദം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അവരങ്ങനെ പടിഞ്ഞാറ് നടയിലേക്ക് നടന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഈ അമ്മയുടെ മകളുടെ പ്രായമുള്ള ഒരു മോളാണ് കേട്ടോ, ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു തുണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു ഇത്രേ. എന്നിട്ട് പറയാന്ന്, ഇത് രണ്ടുപേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും, അമ്മയും കുട്ടിയും പോയിട്ട് ആ ക്യൂവിൽ നിന്നിട്ട് കഴിച്ചോളൂ എന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്താ പറയണ്ടേന്ന് എന്താ ചെയ്യണ്ടേന്ന് പോലും മനസ്സിലായില്ല. എന്ന് ഗുരുവായൂരപ്പനെ നമസ്കരിക്കണോ എന്താ ചെയ്യണ്ടേ ഭഗവാനെ എന്ന് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പിന്നെ നന്നായി കണ്ണ് നിറഞ്ഞിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ട് ആ അമ്മയ്ക്ക് ഇന്നലെ പ്രസാദമൂട്ട് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയെന്നാണ് ഇന്നലെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭക്തയുടെ അനുഭവമാണ്. ഇതുപോലെ ഓരോ ഭക്തർക്കും പല പല ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഗുരുവായൂരപ്പൻ നൽകട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.